അപ്പോൾ നമ്മൾ മൂന്നാറിലോട്ട് പോവാണ്. ടാറ്റ പഞ്ച് EV അഡ്വഞ്ചർ LR ലോങ് റേഞ്ച്. ഇപ്പം 100% ചാർജ് ചെയ്തിട്ട് നമ്മളിവിടെ കടവന്ത്രയിൽ നിന്ന് ഇറങ്ങണേ. 330 റേഞ്ച് കാണിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചാർജ് ചെയ്യേണ്ടി വരുമോയെന്ന് അറിഞ്ഞുകൂടെ, നമുക്ക് നോക്കാം. ചാർജ് ചെയ്യേണ്ടി വന്നാൽ ചാർജ് ചെയ്യും. ഓക്കെ, ഗൂഗിൾ മാപ്പ് ഇട്ടാണ്. 135 കിലോമീറ്റർ ഉണ്ട്. ഓണാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രേക്കിന് പകരം റീജൻ ഓണാക്കും, അല്ലാത്തപ്പോൾ റീജൻ ഓഫാക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. റീജൻ ഓണാക്കി ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇത്രയും റേഞ്ച് നമുക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി 1:03 എത്തുമെന്നാണ് കാണിക്കുന്നത്. 3 മണിക്കൂർ 41 മിനിറ്റ്, 95%, 288 റേഞ്ച് ഉണ്ട്, 288. പെർസെൻറ്റേജ് 251 റേഞ്ച്, 74 കിലോമീറ്റർ ഓടി കാണാം. നോക്കി കിടന്ന് ഇറങ്ങേണ്ടി വരുന്നു, തടസ്സമാണ്. അങ്ങനെ 71%, 212 റേഞ്ച്, കൺസപ്ഷൻ 126 ആയി. ഇപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കണമല്ലോ, അതാണ്. അങ്ങനെ പോകുന്നു. ഇനി 57 കിലോമീറ്ററും കൂടി ഉണ്ട് കാണിക്കുന്നുണ്ട്. 115 കിലോമീറ്റർ വന്നു, 115 ഓൾറെഡി ഓടി. ഇതാണ്. നമുക്കിനി 12 കിലോമീറ്റർ കൂടിയുണ്ട് മൂന്നാർ പോലീസ് സ്റ്റേഷനിലോട്ട്. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, പുറത്ത് 24 ഡിഗ്രിയാണ്. നല്ല വ്യൂ ഉണ്ട്. ഹോസ്പിറ്റലാണ്. നമ്മളിത് എത്താറായി. കോടയൊന്നുമില്ല, അവിടെ 23 ഡിഗ്രി. ഇപ്പോൾ കയറ്റം കയറുന്നതുകൊണ്ടാവാം 145 ആയി കൺസപ്ഷൻ. റേഞ്ച് 131, 51% ബാറ്ററി. ചാർജ് ചെയ്യാതെ തിരിച്ചെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് റീജൻ കിട്ടും, കുറച്ച് റീചാർജ് ആയിക്കോളും. പിന്നെ നമുക്ക് 9 കിലോമീറ്റർ കൂടിയിട്ട് മൂന്നാർ മാർക്കറ്റ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്താം. so 118 ഓടിയിട്ടുണ്ട്, 130 റേഞ്ച്, 51% ബാറ്ററി, 145 കൺസംഷൻ, വാട്ട് പെർ കിലോമീറ്റർ. ഇതാണ് MID. ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു കാര്യമായിട്ട്.
Take the next right onto National Highway 85. ഇനി വെറും 8.2 കിലോമീറ്ററും കൂടി ഉണ്ട് ബാക്കി. അയ്യോ വേണ്ട ചേട്ടാ. Continue on National Highway 85 for 7 kilometers. പിന്നെ 8 കിലോമീറ്ററും കൂടി ഉണ്ട്. ായി റേഞ്ച് 50% ബാറ്ററി 141 റേഞ്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നതാണ് കൺസപ്ഷൻ കൂടിയത് കേട്ടോ. ഓക്കെ നോക്കാം. കിലോമീറ്ററും കൂടി ഉണ്ട്. കൺസപ്ഷൻ 150 to 47% ആയി. 129 ആയി റേഞ്ച്. ഇനി 47% ബാറ്ററി ഉള്ളൂ. വേണ്ടി വന്നാൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ എന്താണ് ഇനി റിപ്പിൾ ടീയുടെ തോട്ടമാണ് ഈ കാണുന്നത്. മഞ്ഞൊക്കെ ആയിട്ട് എടുക്കേണ്ടതാണ്. 20 ഡിഗ്രി ആയി ടെമ്പറേച്ചർ. കൺസപ്ഷൻ 155. റേഞ്ച് 114. 45 ബാറ്ററി ഉണ്ട്. 45% ബാറ്ററി ബാക്കിയുണ്ട്. തിരിച്ചു പോകുമ്പോൾ കുറച്ച് റീചാർജ് ആവും എന്നുള്ള ഹോപ്പിലാണ് നമ്മൾ പോകുന്നത്. അതില്ലെങ്കിൽ നമ്മൾ താഴ്ത്തുന്നുണ്ട് വേണമെങ്കിൽ റീചാർജ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് റീചാർജ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാം. കൺസപ്ഷൻ 155 Wh/km ആയി. 45 ബാറ്ററി ഉണ്ട്. 116 റേഞ്ച് ബാക്കി. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഈ 2.7 കിലോമീറ്ററും കൂടി ഉണ്ട് ബാക്കി. പോലീസ് സ്റ്റേഷൻ വരെ കേട്ടോ. മൂന്നാറ്. അപ്പോൾ മൂന്നാർ ടൗൺ എത്തി. മൂന്നാർ ടൗൺ ഇപ്പോൾ റേഞ്ച് 110 110 110 പെർസെൻറ്റേജ് 44%. കൺസപ്ഷൻ 154 വാട്ട്. ഇറങ്ങുമ്പോഴത്തേക്കും മാറും, കൺസപ്ഷൻ കുറയും, മൈലേജ് റേഞ്ച് കൂടും. കയറ്റം കയറിയോണ്ടാണ് ഇത് കൺസപ്ഷൻ ഇത്രയും കൂടിയത്. ഇറങ്ങാൻ നേരത്തെ നമുക്ക് തിരിച്ച് കിട്ടും കുറേയൊക്കെ റീചാർജ് ആവും. പിന്നെ ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് റീചാർജ്. ഇവിടെ നമ്മൾ ചാർജ് ചെയ്യാൻ പോണേ. QR സ്കാൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഗണ്ണ് മാറിപ്പോ. 4294. നമ്മളങ്ങനെ ചാർജ് ചെയ്യാനിട്ട് ഒക്കെ ഉണ്ടല്ലോ. 40 സംതിങ് ഉള്ളൂ ചാർജ്. നമ്മളിപ്പോൾ ഒരു 80 ആക്കിയിട്ട് ഇവിടുന്ന് വിടും. 80 അല്ല, 70 ആക്കിയാലും മതി. ബാക്കി വീട്ടിൽ പോയി ചെയ്യാം. നോക്കാം. 20 രൂപയാണ് ഒരു യൂണിറ്റിന് ഇവിടെ. ചേച്ചി ഇവിടെ ചാർജിങ് സ്റ്റേഷൻ പതിവ് പോലെ വർക്കിംഗ് അല്ല, അത് വെറുതെ കാണാൻ വെച്ചേക്കാണ് നാട്ടുകാരെ പറ്റിക്കാൻ. അങ്ങനെ ചാർജിങ് 1 ഹവറാണ് കാണിക്കുന്നത്. ഫുൾ ചാർജ് ആവാനുണ്ട്. 44% നമ്മൾ ചാർജിങ് തുടങ്ങി. ഓക്കെ.
നമ്മൾ വീട്ടിൽ നിന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്നതാണ് ഗൈസ്. ചാർജി ഓക്കെ. അപ്പോൾ സുഗുണ ചിക്കൻ മാരിനേറ്റഡ് മേടിച്ച് നമ്മൾ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്നതാണ്. ലെഗും എല്ലാം കിട്ടും അവിടെ. വിങ്സ് ആയിട്ട് കിട്ടും, ലെഗായിട്ട് കിട്ടും. അങ്ങനെ അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ നിർത്തിയിട്ടേക്കാണ്. ഇത് ഒരു ഹോട്ടലാണിത്, അപ്പുറത്തൊരു ഹോട്ടലാണ്. 60 കിലോ 87% ഓൾമോസ്റ്റ് 1 hour എടുത്ത് നമുക്ക് 44 നിന്ന് 100 എന്നാണ് കാണിക്കണം. ഇനിയിപ്പോൾ 18% 12% കൂടി ആയാൽ മതി നമുക്ക്. 88 ആയി. അപ്പോൾ നോക്കാം. പിന്നെ ഇവിടുത്തെ റേറ്റ് 20 രൂപയാണ് കേട്ടോ 1 കിലോവാട്ടിന്. KCBയുടെ ഒക്കെ 8 രൂപയൊക്കെയാണ്. പക്ഷെ അത് കിട്ടിയില്ല, കാരണം പിന്നെ ഇവിടെ തന്നെ വന്ന് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ കടവന്ത്രയിലോട്ടാണ് പോകുന്നത്, കൊച്ചിയിലോട്ട്. അത്രേ ഉള്ളൂ. ഇറങ്ങുന്ന വഴി എന്തോരം റീജൻ കിട്ടും എന്നൊക്കെ നമ്മൾക്ക് ഞാനിത് കാണിച്ചു തരാം, MID എക്സാക്റ്റായിട്ട്. ഇത് 5EV അഡ്വഞ്ചർ LR ആണ് കേട്ടോ, അതാണ് മോഡല്. ഇതിന് വേസ്റ്റ് പോലെ 94 വരെ ചാർജ് ചെയ്തു. വെറുതെ ചെയ്താ കേട്ടോ, ഇത്രയും ചെയ്യണ്ട. 60-70 മതി തിരിച്ചെത്താൻ. പിന്നെ കുറച്ച് കയറ്റി ചെയ്തു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ നമ്മുടെ കൺസപ്ഷൻ 164, 163 അങ്ങനെ കുറഞ്ഞ് വരുവാണ്. റേഞ്ച് അതിനനുസരിച്ച് കൂടി വരും. ഇപ്പോൾ 93% ആണ്. ഇറക്കുറങ്ങാണ്. ഇപ്പോൾ റീജൻ കിട്ടും. 122 കിലോമീറ്റർ ഇവിടെ നിന്ന്. 134 consumption, 93%. 210 range. കുറച്ചെത്തി. തീരത്തോട്ടത്തിൻ്റെ സ്ഥലമൊക്കെ എത്തി. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടത്. മഴയില്ല, മഞ്ഞുണ്ട്. 20 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഇനി 119 കിലോമീറ്ററും കൂടെയുണ്ട്. 7:30 എത്തും. 119 205 റേഞ്ച്. 93%. ഇറക്കം ഉണ്ടാ. 93 കൂടും. വൈഫൈ റീജൻ ആയിക്കോളും. നല്ല കോടെ ഹായ്, നല്ല കോട. നല്ല കോട ഉണ്ടാ. ബൈക്കിന് നല്ല രസമായിരിക്കും. സൂക്ഷിച്ചോടിച്ചപ്പം പ്രായം
പടത്തൊക്കെ വായിക്കുന്നത് നല്ല ഭംഗിയാണ്. കോട കാണും. നല്ല ക്ലൈമറ്റാണ്, ഉഗ്രം ക്ലൈമറ്റാണ്. ചെറിയ മഴയും കോടയും അത്യാവശ്യം തണുപ്പുണ്ട്. 20 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ. നല്ല രസം. ഓറഞ്ച് അലേർട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്ര തീവ്ര മഴയൊന്നുമില്ല, വെറുതെ പൊടിയണേ ഉള്ളൂ. നമ്മുടെ തറ ആൾക്കാർ കണ്ട ആ കുഴിയിലോട്ട് കുറേ പ്ലാസ്റ്റിക് കുപ്പിയിട്ട് നശിച്ചു. നമുക്ക് 94 ആയിട്ടോ, 91 94 ആയി കിട്ടി. റീജനറേഷൻ ഇറക്കുറങ്ങുമ്പോൾ ചാർജായി. താഴത്തെത്തുമ്പോൾ എത്രയാവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റീജൻ കിട്ടി ഇറക്കുറങ്ങും 95% ആയി. 96. ബ്രേക്ക് ഔട്ട് ഉണ്ട്. റീജൻ ഇട്ടിട്ട് നോക്കാം. ഈ റീജൻ ഓഫാക്കിയാൽ അങ്ങനെ ചെയ്യും. നമുക്കിനി 111 കിലോമീറ്റർ. ഇപ്പം 96% ആയി. ഒന്നുകൂടി ചാർജ് 97% ആയി. റീജൻ ചാർജായി. 216 റേറ്റ്. അപ്പോൾ ഇനി 106 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പം 120-125 തുടങ്ങിയതാണ്. അപ്പോൾ അത് 15 കിലോമീറ്റർ നമ്മൾ ചാർജ് ഗെയിൻ ചെയ്യാണ് ചെയ്തത്. 97. ഓക്കെ. അപ്പോൾ 99 കിലോമീറ്റർ. ഇനി റിമൈനിങ് 95% തന്നെയാണ് ചാർജ് ചെയ്തത്. അതേ ശതമാനം റീചാർജ് ആയി, പിന്നെ ഡിസ്ചാർജ് ആയി. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്. 95 തന്നെ നിൽക്കണേ. അവിടെയൊക്കെ ഇപ്പൊ രാത്രി പോലെയാന്നാ പറഞ്ഞു കേട്ടെങ്ങനെ കേട്ടോ, പോയിട്ടില്ല. 25 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, പക്ഷേ ചാർജൊന്നും അങ്ങനെ കുറഞ്ഞിട്ടില്ല. റീജനറേഷൻ കാരണം ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പോവാണ്. നമുക്ക് സന്തോഷിക്കണ്ടേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും യാത്രകൾ പോകാൻ എല്ലാവരും ആഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 20 ആകാശവാണി 107.5 ഇത്. ഇനി 82 കിലോമീറ്റർ ബാക്കിയുണ്ട് കൊച്ചിയിലോട്ട്. റേഞ്ച് 90% ആയി. ബാറ്ററി ചാർജ് ചെയ്ത് നമ്മൾ 95 ആക്കിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ 5% ഡൗൺ ആയി. നമ്മൾ 174 ടോട്ടൽ കിലോമീറ്റേഴ്സായി. 42 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിയിട്ടാ ഈ 5% ചാർജ് വെച്ചിട്ട്. ഇറക്കമായതുകൊണ്ടാണ്. ഇപ്പോഴും ചെറിയൊരു ഇറക്കമാണ്, അതുകൊണ്ട് ഭയങ്കര കുറച്ചേ എടുക്കുന്നുള്ളൂ. അങ്ങനെ പോകുന്നു. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ ചാർജ് ചെയ്യാണ്ട് നമുക്ക് തിരിച്ചെത്താൻ പറ്റിയാണ്. 44% എന്തോ ആയിട്ടുണ്ടായുള്ളൂ. തിരിച്ചിറങ്ങുമ്പോൾ ചാർജ് കയറും. പിന്നെ 4% കൊണ്ട് നമ്മൾ ഇത്രയും കിലോമീറ്റേഴ്സ് ഓടിയല്ലോ. 43 ഓടിയോണ്ട് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും വീട്ടിലെത്തിയാൽ, ചാർജ് ചെയ്യാതെ തന്നെ. നമ്മളൊരു സേഫ് ചാർജ് ചെയ്തു മാത്രം
ജിയോ ആണെങ്കിൽ തന്നെ ഒരു 200 രൂപക്കൊക്കെ ചാർജ് ചെയ്താൽ മതിയാവും. ചാർജ് നമ്മളപ്പോൾ കൊച്ചി കടവന്ത്രയിൽ നിന്ന് നമ്മൾ മൂന്നാർ പോലീസ് സ്റ്റേഷൻ വരെയാണ് പോയത്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു നമ്മൾ മൂന്നാർ മാർക്കറ്റിലൊന്ന് കയറിയായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് അത്. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കുറച്ച് വില കുറച്ചൊക്കെ കിട്ടും. ബ്രൊക്കോളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. കൺസപ്ഷൻ മാക്സിമം ഒരു 160 വരെയൊക്കെ വന്നു കയറ്റം കയറുന്ന സമയത്ത്. പക്ഷേ ഇറങ്ങുമ്പോൾ അത് നോർമലായി. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ എ സിക്കും വലിയ ലോഡ് വന്നിട്ടുണ്ടാവില്ല. നല്ല മഴയാണ് ഇപ്പോൾ. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ. ഇനി 71 കിലോമീറ്റേഴ്സ് റിമൈനിങ്. അപ്പോൾ 3% ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളത് റീചാർജ് ആയി കഴിഞ്ഞിട്ട് 54 കിലോമീറ്റേഴ്സ് ഓടിയിട്ടാ 3% ചാർജ് വെച്ച് ഇറക്കമായതുകൊണ്ട്. ഇപ്പോൾ 70 കിലോമീറ്റേഴ്സും കൂടിയുണ്ട്. നമ്മൾ 95-ൽ ചാർജ് ചെയ്തതാണ്. അങ്ങനെ 92, 91, 92, 91 അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ബാറ്ററി അങ്ങനെ ഇറങ്ങുന്നില്ല. റീജൻ കിട്ടണതുകൊണ്ട് സ്ലോപ്പ് ആയതുകൊണ്ട് ഒന്ന് താഴത്തെത്തി കഴിയുമ്പോൾ അറിയാം എന്തോരം കൺസെപ്റ്റ്. MID അതെ 65 കിലോമീറ്ററും കൂടിയുണ്ട്. 90% തന്നെ ബാറ്ററി. 270 റേഞ്ച്. ഇറക്കമാണ്. ഭയങ്കര മഴയാണ്. വിസിബിലിറ്റി കുറവാണ്. കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഓറഞ്ച് അലേർട്ട് ഉണ്ടായതിൻ്റെ ആണ്. ഇതാണ് ഓറഞ്ച് അലേർട്ടിൻ്റെ എഫക്റ്റ്. ഭയങ്കര മഴ കേട്ടോ. വൈകുന്നു 64 കിലോമീറ്റർ കൂടിയുണ്ട്. കാണാനും പറ്റില്ല. പിന്നെ 44 കിലോമീറ്റേഴ്സ് 84% ബാറ്ററി ഉണ്ട്. 272 റേഞ്ച്. കൺസപ്ഷൻ 116. എറണാകുളം അടുക്കായപ്പോൾ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി 38 കിലോമീറ്റർ ബാക്കിയുള്ളൂ പോകാൻ. പിന്നെ നമുക്ക് 82% ബാറ്ററി ഉണ്ട്. നമ്മൾ 95 വരെ ഇന്ന് ചാർജ് ചെയ്തിരുന്നത്. അപ്പോൾ 13% ബാറ്ററിയെ കൺസ്യൂം ചെയ്തിട്ടുള്ളൂ ഇറക്കമായിരുന്നതുകൊണ്ട്. 85 കിലോമീറ്റർ ആയിട്ട് ബോഡി. അപ്പോൾ 38 കിലോമീറ്റർ ഇനി ബാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. 44% ഉണ്ടായല്ലോ അവിടെ നിന്ന്. അതിൽ നിന്ന് 13 കുറഞ്ഞാലും 31% ഉണ്ടായാൽ 31%. പിന്നെ 38 കിലോമീറ്റർ പോയാൽ മതി. ഈസിലി പോകും. സോ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാർ പോവുകയാണെങ്കിൽ തിരിച്ചു ഇറങ്ങുമ്പോൾ കറണ്ട് എടുക്കില്ല. സോ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ചാർജ് ചെയ്ത് വേസ്റ്റ് ആണ്. ഈ ബീഫ് ഫ്രൈ മേടിച്ചോടെ വേണമെങ്കിൽ പോയി മേടിക്കും. അപ്പം നമുക്ക് അപ്പം പിന്നെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് വെച്ചിട്ട് മൈലേജ് വ്യത്യാസം വരാം. സോ ഒരു 100 രൂപയ്ക്ക് ചെയ്താലും മതി. നിങ്ങൾ ഭയങ്കര മോശമായിട്ടാണ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ, എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. സേഫായിരിക്കും മൂന്നാർ പോകാൻ. നമ്മളിതേ തൃപ്പൂണിത്തറ കഴിഞ്ഞ് വൈറ്റില ആവാൻ പോണ്. ഇനി 2.9 കിലോമീറ്റർ എളംകുളത്തോട്ട് കടവന്തറ. അപ്പോൾ 72% ബാറ്ററി. 239 ചാർജ്. അപ്പോൾ 95 72 ആയി. ഇനി 23% മതി. അപ്പോൾ മൂന്നാറിൽ നിന്ന് തിരിച്ച് കടവന്തറ വരെ വരാം. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ ഒരു 24% എടുത്താൽ മതി. അത്ര ആവശ്യമുള്ളൂ. ബാക്കി റീജനറേഷനിലൂടെ ഇറക്കുറങ്ങുമ്പോൾ റീചാർജ് ആയിക്കോളും. ബാക്കി ഉണ്ടാവും 19% നമ്മളിവിടെ എത്തിയാൽ. ചാർജ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് 44% അവിടെ നിന്ന് പോന്നാലും എത്തിയാൽ. ചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മളിവിടെ 19% വീടെത്തിയാൽ, കടവന്തറ എത്തിയാൽ. പിന്നെ നമ്മൾ മൂന്നാർ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മളൊന്ന് ചാർജ് ചെയ്ത് നോക്കിയത്. ചാർജ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ ഭയങ്കര ഹൈ സ്പീഡിലൊക്കെ വരുവാണെങ്കിലും
വല്ല 100 രൂപ ചാർജ് ചെയ്താൽ അത് ഭയങ്കര ലാവിഷായിട്ട് ഉണ്ടാവുമായിരിക്കും. സുഖമായിട്ട് വരാൻ പറ്റും. മൂന്നാറിൽ നിന്ന് ചാർജ് ചെയ്താൽ മതി 100 രൂപക്ക്. ചാർജ് ചെയ്തില്ലെങ്കിലും ഇതുപോലെ വരാം. 19% പിന്നെ ഞങ്ങൾ കടവന്തറ എത്തുമ്പോൾ 19 തീർന്നാൽ 23% ഉണ്ടായാൽ മതി അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ. അപ്പം നമ്മൾ കടവന്തറ എളംകുളം എത്തിയിട്ടുണ്ട്. 72% റിമൈനിങ് നമ്മളെത്തി. ദാറ്റ് മീൻസ് നമുക്ക് 23% മതി മൂന്നാറിൽ നിന്ന് കടവന്തറ വരെ വരാൻ. ഇവിടെ നിന്ന് മൂന്നാറിലോട്ട് പോവാൻ 56% എടുത്തു. തിരിച്ചു വരാൻ 23. അപ്പോൾ 56ഉം 23ഉം ആഡ് ചെയ്യുക. 70. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. 79% മതി നമുക്ക് പോയി വരാൻ മൂന്നാർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹൈ റേഞ്ച് പോയത് വാഗമണ്ണായിരുന്നു. മൂന്നാർ പോയി, പിന്നെ കൊടൈക്കനാൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തിട്ട് ഇടാം. നിങ്ങൾ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇട്ടാൽ മതി. ഞങ്ങളിപ്പോൾ പോയി ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ വീടെത്തിട്ടോ, ഞങ്ങൾ വീട്ടിലെത്തി. ഓക്കെ, ബൈ.